ഡോക്ടർ കെ പി ത്രിവിക്രമജി, ഈ വയനാട് ഒരു അതിലോല പ്രദേശമാണ്. ദിവസങ്ങളായി മഴ പെയ്ത് വരികയായിരുന്നു. ഇതെല്ലാം പോട്ടെ, പുത്തുമലയ്ക്ക് 2-2.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രദേശവുമാണ്. മുൻപ് പല വിദഗ്ധരുടെയും റിപ്പോർട്ടുകളുണ്ട്. ഗാഡ്ഗിലടക്കം പറഞ്ഞിട്ടുണ്ട്, ഈ മുണ്ടക്കൈയും മേപ്പാടിയുമൊക്കെ ദുർബല പ്രദേശങ്ങളാണ്, അവിടെ ഉരുൾപൊട്ടൽ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോട്ടെ, 2023 കഴിഞ്ഞ വർഷം ഡൽഹി IIT തയ്യാറാക്കിയ മാപ്പിൽ ഈ മേപ്പാടിയും വയനാടുമൊക്കെ ഉരുൾപൊട്ടൽ തുടരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടമാണെന്ന് പറഞ്ഞല്ലോ. അതൊക്കെയും മുന്നറിയിപ്പായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഈ ഓറഞ്ച് അലർട്ടിൽ കടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? അത് ഞാൻ സൂചിപ്പിച്ച പോലെ മുമ്പ് നമ്മുടെ നാട്ടിൽ ആർക്കും ഒരു മതിപ്പ് നൽകാൻ ആരും തയ്യാറല്ലാത്ത ഒരു വിഷയമാണ് ശാസ്ത്രം, ശാസ്ത്രസത്യം, ഇത്തരം കാര്യങ്ങൾ. അതൊരു ജോലിയുടെ ഭാഗമല്ല. ഈ ശാസ്ത്രവും ശാസ്ത്ര സത്യങ്ങളും എല്ലാം, അത് IIT ആയാലും കേരള യൂണിവേഴ്സിറ്റി ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ലാൻഡ് സ്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആയാലും, അല്ല എങ്കിൽ 22 ഡിഗ്രിയിൽ കവിഞ്ഞ സ്ലോപ്പുള്ള പ്രദേശം ഇതിന് ലാൻഡ് സ്ലൈഡിന് പ്രോൺ ഏരിയയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിഞ്ഞാൽ പോലും ഇത് നമ്മുടെ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് മാറാറേയില്ല. കാരണം ഈ പറയുന്ന പ്രതിഭാസം കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും ജീവിതം തന്നെ വഴിമുട്ടുന്നതും അതുപോലെ തന്നെ നഷ്ടപ്പെടുന്നതും ആ പ്രദേശവാസികളാണ്. ഈ സ്റ്റുഡിയോയിലുള്ള ആരുമല്ല, തിരുവനന്തപുരത്തുള്ള ആരുമല്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തകരാറ്. ഈ വിചാരം, ഈ മൈൻഡ് സെറ്റ് മാറിയേ പറ്റുള്ളൂ. നമ്മളും ഈ പറഞ്ഞ ദുരന്തം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ബന്ധുവോ സ്നേഹിതനോ ആണെന്ന് കരുതി ഈ ശാസ്ത്രലോകം IIT ഡൽഹി എന്ന് പറഞ്ഞു, ശരിയാണ്, അവരുടെ റിപ്പോർട്ടുണ്ട്, അത് കെട്ടി ഒരു മൂലയിൽ വെച്ചേക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ 1992 സീ ലെവൽ റൈസ് ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇമ്പാക്റ്റ് ടു കേരള എന്നൊരു റിസർച്ച് ഞാൻ മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ് ന്യൂഡൽഹിയുടെ ഫണ്ടിങ്ങിൽ ചെയ്തു. അത് കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ എല്ലാ കോസ്റ്റൽ സ്റ്റേറ്റുകളും 9 കോസ്റ്റൽ സ്റ്റേറ്റുണ്ട് അന്ന്, ഇപ്പോഴും അത് എന്ന് തോന്നുന്നു. ഇത്രയും സ്റ്റേറ്റുകളിലെ കുറേ ആളുകളാണ് അവരവരുടെ സ്റ്റേറ്റുകളിലെ ഇഷ്യൂസാണ് അഡ്രസ്സ് ചെയ്തത്. ഈ റിപ്പോർട്ട് വാസ്തവം പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ 6 മന്ത്ലി റിപ്പോർട്ട്സിൻ്റെ കോപ്പി എല്ലാം എല്ലാ കളക്ടറേറ്റ്, അതായത് എല്ലാ കളക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വയനാട്ട് അയക്കേണ്ട കാര്യമില്ല, അതായത് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സിൻ്റെ എല്ലാ കളക്ടറേറ്റിലും അയച്ചു കൊടുത്തു. അത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, തുറന്നു നോക്കിയിട്ടുണ്ടോ, അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഇത്തരം പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ വികസനം വേണ്ടെന്ന് ഞാൻ പറയുകയില്ല. അത്തരം ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ആയാലും സസ്റ്റനൻസ് ആക്ടിവിറ്റി ആയാലും എന്തായാലും നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമ്മൾ പറയുമല്ലോ, ഡെവിൾസ് ഷെയർ ഈസ് ഫോർ ഡെവിൾ, ഗാഡ്സ് ഷെയർ ഈസ് ഫോർ ഗാഡ്. ഇതേ പ്രിൻസിപ്പിളിൽ ശാസ്ത്രത്തിന് ഒരു സ്ഥാനം കൊടുക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ഈ ഇൻസൈറ്റ് കൊണ്ട് നമുക്ക് മനസ്സിൽ തോന്നി അത് ചെയ്തു, അത് ശാസ്ത്രം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ശാസ്ത്രത്തിന് അതീതമായിരിക്കും, ശാസ്ത്രത്തിനെ വിരോധിക്കുന്നതാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഈ നമ്മൾ തീരപ്രദേശത്തെ കോസ്റ്റൽ ഇറോഷൻ ആയാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ പ്രദേശം, അത് കേരളത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങളല്ല കർണാടക സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ നോർത്തേൺ വെസ്റ്റേൺ ഗാട്ട്സിൽ, അല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ നീണ്ടു കിടക്കുകയാണ് ഈ വെസ്റ്റേൺ ഗാട്ട്സ്, അല്ലെങ്കിൽ ആസാമിൽ. ആ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ, സ്ഥലമെന്ന് പറയുമ്പോൾ അവിടുത്തെ ജിയോളജിക്കൽ ആർക്കിടെക്ചർ, സർഫസ് കവർ, പിന്നെ അവിടുത്തെ സ്ട്രക്ചർ, ഇതിനെല്ലാം ഉപരിയായിട്ട്
നെടും തൂണുകളാണ് ലിത്തോളജി എന്ന്, അല്ലെങ്കിൽ ലിത്തോളജി എന്ന് പറഞ്ഞാൽ റോക്സ്. പിന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുക്കി വച്ചിരിക്കുന്നതോ അതിൻ്റെ എന്താണ് അതിൻ്റെ 3 ഡയമെൻഷണൽ ഡിസ്പൊസിഷൻ. മൂന്നാമത് ക്ലൈമറ്റ്. എനിക്ക് രസകരമായി തോന്നുന്നത് ക്ലൈമറ്റിനും വെതറിനും രണ്ടും ഒരേ മലയാള പദം ഉപയോഗിക്കുന്ന ഒരു ഭാഷ സംസാരിക്കുന്ന നമ്മൾ മാത്രമാണ്. ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും ക്ലൈമറ്റിന് അതിൻ്റേതായ ഒരു വാക്കും വെതറിന് അതിൻ്റേതായ വേറൊരു വാക്കുമുണ്ട്. ഇതുപോലെ നമ്മൾ നിഷ്കർഷയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. പിന്നെ എനിക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത്, ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് എവിടൊക്കെ ശാസ്ത്രം ഉപയോഗിക്കാമോ അവിടെയെല്ലാം ശാസ്ത്രം ഉപയോഗിക്കണം. ശാസ്ത്രം ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയർ ഉണ്ടാവുള്ളൂ, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രം നമ്മൾ ഒരു കാരണവശാലും പിൻനിരയിലേക്ക് കൊണ്ടുപോകരുത്. അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുക. ഈ പറയുന്ന റിസർച്ച് സെൻറ്റേഴ്സ് കേരളത്തിൽ കോടികൾ മുടക്കിയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റീസ് ഇവിടെ എല്ലാവരും ചെയ്തില്ല എങ്കിലും ഒരു ചെറിയ വിഭാഗം ഇത് ശാസ്ത്രത്തിൽ തന്നെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ എങ്കിലും അവരുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അവർ വിശകലനം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയ നിഗമനങ്ങൾ പോലും നമ്മുടെ സർക്കാർ, അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് സർക്കാർ, ഈ സർക്കാർ ആ സർക്കാർ എന്നല്ല, ഗവേണിംഗ് സ്റ്റേറ്റിൻ്റെ ഗവേണൻസ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി ഗവൺമെൻറ്. ആ ഗവേണൻസ് പ്രോസസ്സിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ വരാതിരിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. പ്രൊഫസർ മാധവ ഗാഡ്ഗിലിൻ്റെ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ടായി. എന്താ പ്രശ്നം? ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. അതിൽ ഒരു പ്രസക്ത ഭാഗം പോലും നോക്കിയില്ല. പിന്നെ ഞാൻ അങ്ങയിലേക്ക് വരാം.